ഭൂമിക്ക് ഒരു സാങ്കല്പിക അച്ചുതണ്ട് ഉണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. എങ്കിൽ എന്താണ് ഈ അച്ചുതണ്ടിന്റെ പർപ്പസ് എന്ന് അറിയാവുന്നവർ ചുരുക്കം ചിലർ മാത്രമേ കാണൂ. ഭൂമി ഏത് ദിശയിൽ കറങ്ങുന്നുവെന്ന് സൂചിപ്പിക്കാനാണ് സാങ്കല്പിക അച്ചുതണ്ട് എന്ന ആശയം ഉപയോഗിക്കുന്നത്. ഈ അച്ചുതണ്ട് ഭൂമിയുടെ തന്നെ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഉള്ളത്. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി കറങ്ങുന്നത്. ഇങ്ങനെ ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ആകാശത്ത് സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നതായി കാണപ്പെടുന്നത്. സൂര്യൻ മാത്രമല്ല, ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം ആകാശത്തിലൂടെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് എന്ന ദിശയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇതിന് കാരണം ഭൂമിയുടെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് എന്ന രീതിയിലുള്ള കറക്കം തന്നെയാണ്. നമുക്കറിയാം, ഒരു വസ്തു 360 ഡിഗ്രി കറങ്ങി വരുമ്പോഴാണ് ഒരു തവണ കറങ്ങി എന്ന് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂമി തൻ്റെ അച്ചുതണ്ടിൽ ഒരു ഫുൾ റൗണ്ട് കറങ്ങാനെടുക്കുന്ന സമയമാണ് 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും. ഇതിനെ സൈഡീരിയൽ ഡേ എന്നാണ് പറയുന്നത്. പണ്ട് മുതലേ സൂര്യൻ്റെ ആകാശത്ത് കൂടിയുള്ള ചലനത്തെ കൂടെ കണക്കിലെടുത്താണ് നമ്മൾ ഒരു ദിവസത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ നമ്മുടെ തലയ്ക്കു മീതെ നിൽക്കുന്ന സമയം ഉച്ചയ്ക്ക് 12 മണിയായി കാണുന്നതും. ഇന്ന് സൂര്യൻ നിന്ന അതേ സ്ഥലത്ത് വീണ്ടും കറങ്ങി വരുമ്പോഴാണ് അതൊരു ദിവസമായി കണക്കാക്കുന്നത്. പക്ഷേ ഇങ്ങനെ കണക്കാക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ ഇന്ന് നിന്ന അതേ സ്ഥലത്തേക്ക് നാളെ വീണ്ടും തിരിഞ്ഞു വരണമെങ്കിൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ 360 ഡിഗ്രി മാത്രം കറങ്ങിയാൽ പോരാ, 1 ഡിഗ്രി കൂടി കൂടുതലായി കറങ്ങണം. അങ്ങനെ 1 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന സമയമാണ് 4 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഭൂമി 360 ഡിഗ്രി കറങ്ങിയിട്ടും സൂര്യൻ എന്തുകൊണ്ടാണ് യഥാസ്ഥാനത്ത് വീണ്ടും തിരിച്ചെത്താത്തത്? ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.